വളരെ ചുരുക്കി ഫ്ലൈറ്റ് ട്രെയിനിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള 3 സ്റ്റേജസിനെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ ഇതിനൊക്കെ എത്ര ചെലവ് വരും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലാകെ 3 സ്റ്റേജസ് ആണുള്ളത്. ആദ്യം ഗ്രൗണ്ട് ക്ലാസ്, സെക്കൻഡ് ഫ്ലൈറ്റ് ട്രെയിനിങ്, അത് കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗ്. ഹേ ഓൾ, വെൽക്കം ബാക്ക്. കുറേ ആയല്ലേ ഒരു ലോങ് വീഡിയോയിൽ കണ്ടിട്ട്? ഇപ്പോൾ അധികം പൈലറ്റ് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസ് മാത്രമേ ചെയ്യാറ്. അപ്പോൾ മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു ഡൗട്ടാണ്, പൈലറ്റ് ആവുന്നതിനെ പറ്റിയിട്ടുള്ള സ്റ്റേജസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ലോങ് വീഡിയോയിൽ ചെയ്യുമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ആദ്യം തന്നെ പറയട്ടെ, പൈലറ്റ് ആവാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, ഇന്ത്യൻ എയർഫോഴ്സ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് പൈലറ്റ് ആവാൻ പറ്റും. പക്ഷേ അവർ പറയുന്ന അത്രയും ഇയേഴ്സ് നമ്മൾ എയർഫോഴ്സിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടല്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്താ, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യയിൽ ഒരു പൈലറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 സ്റ്റേജസ് ആണുള്ളത്. അതിലൊന്ന് നിങ്ങളുടെ ഗ്രൗണ്ട് ക്ലാസ്, സെക്കൻഡ് ഫ്ലൈറ്റ് ട്രെയിനിങ്, അത് കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗ്. അപ്പോൾ ഈ ഗ്രൗണ്ട് ക്ലാസ്സും നിങ്ങളുടെ ഫ്ലൈറ്റ് ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലാണോ അതോ എബ്രോഡ് ആണോ നിങ്ങളുടെ ഫ്ലൈറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യമാണ്. ഈ തീരുമാനം എങ്ങനെ എടുക്കുന്നത് ചോദിച്ചാൽ ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ്, പ്രിഫറൻസ്, ഇതൊക്കെ പരിഗണിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. കുറച്ചധികം ടൈം എടുക്കും ഇതിന്, എന്നാലും കുഴപ്പമില്ല. ബെറ്റർ ആയിട്ട് തോന്നുന്നത് മാത്രം ചൂസ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഗ്രൗണ്ട് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഇന്ത്യയിലാണ് ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യുന്നതെങ്കിൽ 5 സബ്ജക്ട്സും എബ്രോഡ് ആണെങ്കിൽ 3 സബ്ജക്ട്സും ആണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. ഗ്രൗണ്ട് ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തിയറി ക്ലാസ് ആണ്. അതായത് നിങ്ങൾ പൈലറ്റ് ആവുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്യേണ്ട കുറച്ച് എക്സാംസ് ഉണ്ട്. അതാണ് നിങ്ങൾ ഗ്രൗണ്ട് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മെഡിക്കൽസിന് അപ്ലൈ ചെയ്യുക. ഈ മെഡിക്കൽസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതാ. കാരണം മെഡിക്കലി ഫിറ്റ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഡ്രീം മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല. എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ് നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഗ്രൗണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ട് നമ്പറിനും കൂടി അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ട് നമ്പർ എന്ന് പറയുന്നത് ഓരോ പൈലറ്റ്സിന്റെയും യൂണീക്ക് ഐഡിയ ആണ്. നിങ്ങളുടെ DGC എക്സാമിന് മുന്നായിട്ട്, അതായത് നിങ്ങളുടെ ഗ്രൗണ്ട് ക്ലാസ്സിലെ എക്സാംസിന് മുന്നായിട്ട് നിങ്ങൾ കമ്പ്യൂട്ട് നമ്പർ അപ്ലൈ ചെയ്യണം. ഈ കമ്പ്യൂട്ട് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഗ്രൗണ്ട് ക്ലാസ് ആരാണോ ഡീൽ ചെയ്യുന്നത് അവർ കൂടുതലായിട്ട് പറഞ്ഞുതരും. ഇനി ഗ്രൗണ്ട് ക്ലാസ്സിന് എത്ര എക്സ്പെൻസ് എന്ന് ചോദിച്ചാൽ 1.5 lakhs മുതൽ 6 lakhs വരെയാണ് നോർമലായിട്ട് വരുന്നത്. ഇനി പറയാൻ പോകുന്നത് എബ്രോഡ് ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എക്സാംസ് ഒക്കെ പാസ്സായി എബ്രോഡ് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചില എക്സാംസ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എത്ര എക്സാംസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കൺട്രിക്ക് അനുസരിച്ചിട്ട് വേരി ചെയ്തിരിക്കും. ഇതൊക്കെ കഴിഞ്ഞാൽ ഏതൊരു സ്റ്റുഡൻറ് പൈലറ്റിന്റെയും ഡ്രീം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഓടിക്കുക, അതായത് ഫ്ലൈറ്റ് ട്രെയിനിങ്. അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്ലൈറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് 200 hours ആണ് നിങ്ങൾ ഫ്ലൈ ചെയ്യേണ്ടത്. ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ലൈസൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓഫ് കോഴ്സ് ഫോറിൻ ലൈസൻസ് ആയിരിക്കുമല്ലോ. പക്ഷേ ഇന്ത്യയിൽ ഒരു എയർലൈൻസിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് കൺവേർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഫോറിൻ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനിയാണ് മെയിൻ കാര്യം. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാണ്, ഈ ട്രെയിനിങ്ങിനൊക്കെ എത്രയാണ് ഫീസ് അല്ലെങ്കിൽ എത്രയാണ് ചെലവ് വരുന്നത്. അതൊരിക്കലും സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാനിവിടെ ഇപ്പം പറയാൻ പോകുന്ന എമൗണ്ട് ഞാൻ അന്വേഷിച്ചറിഞ്ഞ എമൗണ്ട് ആണ്. അതിൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ത്യയിലാണെങ്കിൽ 45 lakhs, ഇനി എബ്രോഡ് ആണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടാം, ചിലപ്പോൾ അതിൽ കുറയാം. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രിയും അവിടുത്തെ ലിവിങ് എക്സ്പെൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഏറ്റവും ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. അങ്ങനെയാണ് പറയുന്നത്. അവിടെ ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യാൻ 38 lakhs ആണ് പറയുന്നത്. അപ്പോൾ ഇനി കാനഡയിലൊക്കെ ആണെങ്കിൽ 65 lakhs ആണ് പറയുന്നത്. ഇനി USA അതിൽ കൂടും. അപ്പോൾ നിങ്ങൾ അബ്രോഡ് എവിടെ ചൂസ് ചെയ്യുകയാണെങ്കിലും അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ അവിടുത്തെ വെതറും കൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. കാരണം വെതർ മോശമാണെങ്കിൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെതർ കാരണം ഫ്ലൈറ്റ് ട്രെയിനിങ് ഡിലേ ആവുകയാണെങ്കിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കൂടും. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ എക്സ്പെൻസ് ആവാൻ സാധ്യതയുണ്ട്. ഇനി എവിടെ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കൊരിക്കലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഉത്തരം പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഫ്ലൈയിങ് ക്ലബിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ പറയുന്ന ഡിസിഷൻ എന്താണോ ആ ഡിസിഷൻ എടുക്കാൻ പാടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങളുടെ ഇന്ത്യയിലായിട്ടും അബ്രോഡുമായിട്ടും പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കാം. ഞാനിത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഞാനിതുപോലെ ഒരു ഫ്ലൈയിങ് ക്ലബിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന്റെ തലേ ദിവസമാണ് അതേ കൺട്രിയിലെ ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യുന്ന വേറൊരു സ്റ്റുഡന്റിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പൊ ഞാൻ ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ ഫ്ലൈയിങ് ക്ലബ്ബ് പറഞ്ഞ എക്സ്പെൻസും ആ കുട്ടി പറഞ്ഞ എക്സ്പെൻസും തമ്മിൽ യാതൊരു ബന്ധവും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ക്വാളിറ്റി ട്രെയിനിങ് ആണ്, നല്ല ഫ്ലൈയിങ് ക്ലബ്ബാണ്, നല്ല വെതറാണ്, നല്ല എക്സ്പോഷർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ ആലോചിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. കാരണം 1, 2 അല്ല, ലക്ഷങ്ങൾ പരിപാടിയാണ്.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് ലൈസൻസ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടൈപ്പ് റൈറ്റിംഗിന് അപ്ലൈ ചെയ്യാം. ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പാസഞ്ചർ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് പഠിക്കാൻ പറ്റില്ല. സെസ്ന പോലുള്ള സ്മോളസ്റ്റ് എയർക്രാഫ്റ്റിൽ ഫ്ലൈങ് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റിന് പാസഞ്ചർ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് പഠിക്കുന്ന ഒരു സിമുലേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ടൈപ്പ് റൈറ്റിംഗ്. ഇതെങ്ങനെ എല്ലാ എയർക്രാഫ്റ്റിലും ചെയ്യണമെന്നില്ല. ആ ടൈമിൽ ഏത് എയർക്രാഫ്റ്റിലാണോ വേക്കൻസി വരുന്നത് ആ എയർക്രാഫ്റ്റിന്റെ സിമുലേറ്ററിൽ മാത്രമേ നിങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി ടൈപ്പ് റൈറ്റിംഗിന് എത്ര ചിലവാന്ന് ചോദിച്ചാൽ 15 to 25 lakhs വരെയാണ് പറയുന്നത്. അപ്പോൾ ഒരു എയർലൈനിൽ പൈലറ്റായിട്ട് കയറാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രൊസീജിയേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എനിക്കറിയാം ഈ വീഡിയോ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യുന്നതാണ്, പല കാര്യങ്ങളും ഇതിൽ മിസ്സായിട്ടുണ്ടാവും, പല എറേഴ്സും ഉണ്ടാവും. സോ ക്ഷമിക്കുക. ഞാനൊരു ഷോർട്ട് വീഡിയോ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു 5 minutes ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് ഈ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞു തരാം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആൻഡ് അത് ഞാൻ നല്ല രീതിയിൽ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെവിടെയും ഞാൻ ഏതാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ഞാനും ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യാൻ പോകുന്നതാണല്ലോ. ഈ ഫീൽഡിൽ ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു പൈലറ്റ് ആണെന്ന് ആഗ്രഹമുള്ള ഒരാളെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ടൈമും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് എനിക്കത് നല്ല രീതിയിൽ പറ്റട്ടെ. എന്തായാലും ഫ്ലൈറ്റ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.